നമ്മൾ കോഴിക്കോട് ജില്ലയിലേക്ക് ഒന്ന് പോവുകയാണ്. ഇപ്പം എന്തായാലും 12 മണിയാകുന്നു. ഇത്രയും നേരമായിട്ട് 11 മണി വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ കോഴിക്കോടൊക്കെ നല്ല രീതിയിലുള്ള പോളിംഗ് ശതമാനമുണ്ട്. അതെ, നല്ല രീതിയിലുള്ള പോളിംഗ് ശതമാനമുണ്ട്. നമുക്ക് രാഹുൽ KVയിലേക്ക് ഒന്ന് പോകാം. രാഹുൽ, ജില്ലയിൽ UDF വലിയ പ്രതീക്ഷ, വലിയ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസിന് വർഷങ്ങളായി കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നൊരു MLA ഉണ്ടായിട്ട്, സ്വന്തം ഒരു MLA ഉണ്ടായിട്ട്, അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് UDF പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഉറച്ച കോട്ട നിലനിർത്തുമെന്ന് LDF പ്രതീക്ഷിക്കുന്നു. എന്താണ് ഇതുവരെയുള്ള ഒരു പോളിംഗ് ചിത്രം? ആര്യ, തീർച്ചയായും കോഴിക്കോട് ജില്ലയിൽ വളരെ ആവേശത്തിൽ തന്നെയാണ് പോളിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വലിയ തിരക്കാണ് വോട്ടർമാരുടേത്. ഇപ്പോൾ ഈ സമയം 12 മണിയോട് അടുക്കുന്ന സമയത്ത്, 12 പിന്നിടുന്ന സമയത്ത് 35% കോഴിക്കോട് ജില്ലയിലെ പോളിംഗ് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കുന്നമംഗലം മണ്ഡലത്തിലാണ്. പൂവാട്ടുപറമ്പ് സ്കൂളിൽ നിന്നുള്ള ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ മനസ്സിലാകും, ഇവിടെ 3 ബൂത്തുകളാണ്. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തന്നെ മത്സരിച്ച് വോട്ട് ചെയ്യാൻ എത്തുന്നു എന്ന രീതിയിലാണ് ക്യൂ ഇവിടെ കാണാൻ കഴിയുന്നത്. പുറത്താണെങ്കിൽ നല്ല വെയിലാണ്, വലിയ ചൂടാണ്. പക്ഷെ അതൊന്നും വകവെക്കാതെയാണ് ഇങ്ങനെ നീണ്ട നിര ഇതുപോലെ വോട്ടർമാർ വരി നിന്ന് വോട്ട് ചെയ്യുന്നത്. നമുക്ക് വോട്ട് ചെയ്ത് വന്ന വീൽചെയറിൻ്റെ സഹായത്തോട് വോട്ട് ചെയ്തൊരു അമ്മയുടെ പ്രതികരണം കാണാം. തിരികെ പോവുകയാണ്. അമ്മ വോട്ട് ചെയ്തില്ലേ? അമ്മ വോട്ട് ചെയ്തു മോനെ. അമ്മേൻ്റെ മോള് വോട്ട് ചെയ്തിട്ടില്ല. അതിനവർ സമ്മതിക്കുന്നില്ല. സമ്മതിക്കുന്നില്ല. അവർ പറഞ്ഞ ലൈനിൽ നിന്ന് വരാൻ. അവൾക്ക് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ ജോലിക്ക് കയറണം. എനിക്ക് ഓപ്പൺ വോട്ട്. എൻ്റെ മോള് ചെയ്തു. ഓപ്പൺ വോട്ടാണോ? ഓപ്പൺ വോട്ടാണ്. പക്ഷെ കൂടെ വന്ന ആളെ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതാ ആ ബൂത്തിലുള്ള ആ ലേഡി മാഡം. അതായത് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നിട്ടില്ല. അത് തന്നെ. ഇങ്ങനെ മോളുടെ കൂടെയാണോ വന്നേ? മോളുടെ കൂടെ വന്നേ. മോളും ഈ മോളുണ്ട്. ഈ മോൾക്ക് എന്നെ വീട്ടിലാക്കിയിട്ട് വേണം. അവൾക്ക് കുന്നമംഗലത്താണ് അവളുടെ വോട്ടുള്ളത്. അവൾക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ അവൾ ഭർത്താവിൻ്റെ വീട്ടിലാണ് അവളെ വോട്ടുള്ളത്. അവളാണ് എനിക്ക് വേണ്ടി ഓപ്പൺ വോട്ട് ചെയ്യണത്. അപ്പം ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും? രോഗികളൊക്കെ കഷ്ടപ്പെട്ടില്ല. അപ്പം വോട്ട് ചെയ്യാൻ ആരും വരുമോ? ഇവരെ ജയിപ്പിക്കുകയോ? ഒന്ന് ഉത്തരം തരണം ആ ഒരു ചോദ്യത്തിന്. മോളിപ്പോൾ വരിയിലുള്ളത്. അമ്മ ഓട്ടോറിക്ഷ തിരിച്ചു പോവാണ്. അമ്മ ഓട്ടോറിക്ഷ തിരിച്ചു പോകണമെങ്കിൽ അവൾ വരണം, അല്ലാണ്ട് പോകാൻ പറ്റില്ല. അതാണ്. അപ്പോൾ അത്രയും നേരം ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? വെയിറ്റിംഗ് ചാർജ് കൂടില്ലേ? ആ, അത്ര വയസ്സുണ്ട് അമ്മയ്ക്ക്. ആർക്ക്? എനിക്ക് 66 വയസ്സുണ്ട്. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഹോം വോട്ട് നോക്കിയിരുന്നോ? ആരോഗ്യ പ്രശ്നം കൊണ്ട് ഹോം വോട്ട് വീട്ടിൽ തന്നെ വോട്ട് അല്ല. അത് എന്താ മോളെ പറഞ്ഞത്? അവർ 40% വികലാംഗരാന്നുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. പക്ഷെ അത് ഞങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പക്ഷെ അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ പാലറ്റീവ് പേഷ്യൻ്റാണ്. പഞ്ചായത്തുകളിലൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയും ഒരു അസുഖമുള്ള ആൾക്കാർക്ക് അത് അവരായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളായിട്ട് അവിടെ ചെന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടും നല്ല കുറച്ചും കൂടി ഗവൺമെൻറ്റിൻ്റെ നിലയ്ക്ക് പാലറ്റീവ് പേഷ്യൻസിനെ വീട്ടിൽ ചെന്ന് തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് വോട്ട് ചെയ്യിപ്പിക്കണം എന്നായിരുന്നു എൻ്റെ അഭിപ്രായം. പക്ഷെ അതവർ ചെയ്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥ വന്നത്. നല്ല തിരക്കിനിടയിലും പ്രയാസമായി തീർച്ചയായും. കാരണം ഇവരൊക്കെ ഇങ്ങനെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞതാ വോട്ട് ചെയ്യാൻ വരണ്ട, വോട്ട് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ അമ്മയ്ക്ക് നിർബന്ധം വോട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ അമ്മേനെയും അവകാശമാണ്. പക്ഷെ നമുക്ക് അവകാശം എന്നാൽ ഒരു ദിവസം നമ്മൾ കഷ്ടപ്പെട്ടാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് ഇവരെയും കൊണ്ട് ഞാനാ കഷ്ടപ്പെടുന്നത്. അപ്പോൾ അതും നമ്മൾ നോക്കണം. ഇനിയിപ്പം തീരെ വയ്യാത്തൊരു വ്യക്തിയല്ലേ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ BLOനെ വിളിച്ച് BLO പറഞ്ഞു അത് 40% സർട്ടിഫിക്കറ്റും വേണം, ടൈമും കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട വലിയൊരു നീക്കമായിരുന്നു. അത് അവർ ചെയ്തില്ല. അതായത് ഒരു പരാതിയുടെ സ്വരമാണ്. അമ്മയ്ക്ക് ഇതുപോലെ വീൽചെയറിൻ്റെ സഹായത്തിലാണ് വന്നത്. ചുരുക്കി പറഞ്ഞാൽ മകൾക്കൊപ്പമാണ് വന്നത്. പക്ഷേ മകളെയും അമ്മയും ഒരുമിച്ച് വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. അമ്മയ്ക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നേരിട്ട് കയറി വോട്ട് ചെയ്യാൻ സമ്മതിച്ചു. മകളിപ്പോഴും വരിയിൽ നിൽക്കുകയാണ്. അത് ഒരുമിച്ച് പോകാൻ പറ്റാത്തൊരവസ്ഥയാണെന്നുള്ളൊരു പരാതിയാണ്. നമുക്ക് ബാക്കിയുള്ള വരിയിലും വോട്ട് ചെയ്ത് കാത്തിരിക്കുന്നവരുടെയൊക്കെ പ്രതികരണങ്ങളിലേക്ക് കൂടെ പോകാം. കുറേ നേരം നിന്നോ? ഇല്ല, കുറച്ച് നേരം. പെട്ടെന്ന് പുറത്ത് നല്ല ചൂടാണ്. ഇതിനകത്തും ഒക്കെ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചൂട്? തെരഞ്ഞെടുപ്പ് ചൂട് നല്ല എക്സാറായിട്ട് പോണി. അടിപൊളിയാണ് ഇവിടെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ തിരക്കുണ്ടായിരുന്നോ? അതുപോലെ തിരക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ തിരക്കുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇത് തന്നെയാണ് ആര്യ. നല്ല തിരക്കാണ്.